നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി KCB ഓഫീസിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ധർണ DCC ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. നെല്ലങ്കര എസ്തപ്പാനോ സഹദാപ്പള്ളി നവതി വിളംബര റാലി നടത്തി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകം 20ാം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 23, 24 തീയതികളിൽ ഹോട്ടൽ എലൈറ്റ് ഇന്റർനാഷണലിൽ നടത്തും. കൈനൂർ ചേമ്പൂർ അമ്പലത്തിന് സമീപമുള്ള സ്ഥാപനത്തിൽ നിന്ന് 3 ലക്ഷം രൂപ വില വരുന്ന കോൾഡ് സ്റ്റോറേജുകൾ മോഷണം നടത്തിയ പ്രതികളെ ഒല്ലൂർ പോലീസ് പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി അപകടങ്ങൾ KCB ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. തുടർച്ചയായി വടക്കാഞ്ചേരി മേഖലയിലുണ്ടായ അപകടങ്ങൾക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് DCC ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ പറഞ്ഞു. താഴെത്തട്ടിൽ ജോലി ചെയ്യുന്നവരും കരാർ തൊഴിലാളികളുമാണ് അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളതും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിട്ടുള്ളതും. ഉന്നത ഉദ്യോഗസ്ഥർ വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കി ഉത്തരവാദികളായവരെ രക്ഷപ്പെടുത്തി സാധാരണ തൊഴിലാളികളെ ബലിയാടാക്കുകയാണ്. നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം തുടരുമെന്ന് ഷാഹിദ റഹ്മാൻ പറഞ്ഞു. വടക്കാഞ്ചേരി KCB ഓഫീസിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ മാർച്ചിനെ തുടർന്നുള്ള ധർണ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MH ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ്, ജയൻ മംഗലം, TV സണ്ണി, ബുഷറ റഷീദ്, ബിജു ഇസ്മായിൽ, KK അബൂബക്കർ, നബീസ നാസറലി, സൈറ ബാനു തുടങ്ങിയവർ പ്രസംഗിച്ചു. നേതൃത്വത്തിൽ ഇതുപോലെ വൈദ്യുതി ഓഫീസിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു സമരം നടത്തുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട സർക്കാർ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ എല്ലാ വർഷവും മഴക്കാലം തുടങ്ങിയാൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നിരവധി ആളുകളാണ് ഷോക്കേറ്റും വൈദ്യുതി കമ്പി പൊട്ടി വീണും മറ്റു അപകടങ്ങളും ഒക്കെയായി മരണപ്പെടുന്നത്. ഇത് അതിനേക്കാൾ വലിയ ദാരുണമായ, അത് പ്രകൃതിയുടെ ദുരന്തമായും കാലാവസ്ഥയുടെ പ്രശ്നങ്ങളും ഒക്കെയായി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് അതിനേക്കാളൊക്കെ വലിയ പ്രശ്നമാണ്. ഈ വകുപ്പിന്റെ അനാസ്ഥ മൂലമാണ് ഈ 2 അപകടങ്ങൾ സംഭവിച്ചത്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു, മറ്റൊരാൾ ജീവന് വേണ്ടി മല്ലടിച്ചുകൊണ്ട് ഇപ്പോഴും ചികിത്സയിലാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ വകുപ്പ് മന്ത്രിയോ സർക്കാരോ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് കടന്നു വരേണ്ടി വന്നത്. ആദ്യം മരണപ്പെട്ടയാൾ ലൈൻമാനാണ്, ഇപ്പം ഈ അപകടം സംഭവിച്ചയാള് കരാർ ജീവനക്കാരാണ്. ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ കരാർ കൊടുക്കുന്ന കാര്യത്തിൽ പോലും വലിയ എന്താ പറയാ ക്രമക്കേടുകൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ യൂണിയന്റെ അതിപ്രസരവും CITUകാരുടെ സംരക്ഷണവും തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ കരാർ ജീവനക്കാരായി കരാർ കൊടുക്കുകയും കരാർ ജീവനക്കാരായി വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ന്യൂട്രും ഫേസും തിരിച്ചറിയാത്ത ആളുകൾ വൈദ്യുതിയുമായി സമീപിക്കുമ്പോൾ ഏറ്റവും അപകടകരമായ നെല്ലങ്കര മാർ എസ്തപ്പാനോ സഹദാപ്പള്ളിയുടെ നവതിയോടനുബന്ധിച്ച് വിളംബര റാലി നടത്തി. പൗരസ്ത്യ ഖൽദായ സുറിയാനി സഭയിലെ നെല്ലങ്കര മാർ എസ്തപ്പാനോ സഹദാപ്പള്ളിയുടെ നവതിയോടനുബന്ധിച്ച് നടത്തിയ വിളംബര റാലി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി നവതിയുടെ പതാക ഉയർത്തിക്കൊണ്ട് ആരംഭം കുറിച്ചു. വിളംബര റാലി തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. മാർ എസ്തപ്പാനോ സഹദാപ്പള്ളിയുടെ സ്ഥാപിതനായ കാലം ചെയ്ത വിശുദ്ധനായ അഭിമന്യ മാർ തിമത്തിയോസ് മെത്രാപൊലിത്ത തിരുമേനിയുടെ കബറടക്കത്തിൽ വെച്ച് സഭാ മേലധ്യക്ഷൻ അഭിമന്യമാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപൊലിത്ത തിരുമേനി ഇടവക വികാരിക്ക് ദീപശിഖ കൈമാറിക്കൊണ്ട് വിളംബര റാലി ഉദ്ഘാടനം ചെയ്തു. 90ൽ പരം വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയ ദീപശിഖ ഏന്തിയ വിളംബര റാലിയെ നെല്ലങ്കര മാർ എസ്തപ്പാനോ സഹദാപ്പള്ളിയിലെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും ഇടവക വിശ്വാസികളും ചേർന്ന് ഇടവക വികാരി റവറന്റ് ഫാദർ മൈക്കിൾ വള്ളമന്ത്രിയെയും സഹവികാരി MD അബിയച്ചനെയും കൈക്കാരന്മാരായ തിമോത്തി വടക്കൻ, ജിസ്മോൻ ഡേവിസ്, സഭാ കൌൺസിൽ അംഗങ്ങളായ AJ ജീസ്, ഹെലൻ ബാബു, ജിൻസൺ പോൾ, വിനീഷ് ലാസർ വിളംബര റാലിയിൽ പങ്കെടുത്തവർക്കും പള്ളിയിൽ വരവേൽപ്പ് നൽകി.
തുടർന്ന് നവതി പ്രാർത്ഥനയോടുകൂടി ഇടവക വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ നവതിയുടെ ഫ്ലെക്സ് റിവീൽ ചെയ്തു. ഇടവക കൈക്കാരന്മാരുടെയും സഹവികാരിയുടെയും യൂണിറ്റ് കൺവീനർമാരുടെയും നേതൃത്വത്തിൽ യൂണിറ്റുകളിൽ സന്ദർശിച്ച് ദീപശിഖ പ്രയാണം പള്ളിയിൽ സമാപിച്ചു. ഒരപ്പൻകെട്ട് ടൂറിസം പദ്ധതി നിർമ്മാണോദ്ഘാടനം ഓഗസ്റ്റ് 24-ന്. കണ്ണാറ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഒരപ്പൻകെട്ടിന്റെ ടൂറിസം പദ്ധതി 2025 ഓഗസ്റ്റ് 24 ഞായറാഴ്ച വൈകിട്ട് 4:30 റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് 4.99 കോടി രൂപ മുടക്കിയാണ് ഡെവലപ്മെന്റ് ഓഫ് വിസിറ്റർ ഫെസിലിറ്റീസ് അറ്റ് ഒരപ്പൻകെട്ട് വാട്ടർഫോൾസ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായിരിക്കും. ടൂറിസം വകുപ്പ് സെക്രട്ടറി കെ ബിജു IAS, ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ, കൺവീനർ EM വർഗീസ്, വാർഡ് മെമ്പർ രേഷ്മ സജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകും. സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള 2025-26 വർഷത്തെ സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. വരുമാന പരിധി 2.5 ലക്ഷം രൂപ കവിയാത്ത സർക്കാർ എയ്ഡഡ് അംഗീകൃത സ്കൂളുകളിൽ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം. അപേക്ഷയോടൊപ്പം ജാതി, വരുമാനം എന്നീ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണം. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് 10% തുക അധികമായി ലഭിക്കും. ഭിന്നശേഷിയിലുള്ളവരിൽ ഹോസ്റ്റലറായിട്ടുള്ളവർ അതുമായി ബന്ധപ്പെട്ട സാക്ഷ്യപത്രം കൂടി നിലവിൽ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഹാജരാക്കേണ്ടതാണ്. അപേക്ഷകർ സ്ഥാപനത്തിൽ നിന്നും ഈ ഗ്രാൻസ് ലോഗിനിലെ പ്രത്യേക ഓപ്ഷൻ മുഖേന ജാതി, വരുമാന സർട്ടിഫിക്കറ്റുകൾ ഡിസ്ട്രിക്ട് വാലിഡേഷൻ നടത്തി അപേക്ഷ ഓൺലൈനായി SCDO ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടതാണ്. ഓഗസ്റ്റ് 31-ാം തീയതി വരെ അപേക്ഷ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ 0487236038. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ 20ാമത് സംസ്ഥാന കലോത്സവം വിബ്ജിയോർ ഓണവില്ല് തൃശൂരിലെ ഹോട്ടൽ എലൈറ്റ് ഇന്റർനാഷണലിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 9-ന് കലോത്സവത്തിന് തുടക്കമാവും. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പൊടി, ലളിതഗാനം, മിമിക്രി, സിനിമാറ്റിക് ഡാൻസ്, വാട്ടർ കളറിംഗ് തുടങ്ങി 75 ഇനങ്ങളിലായി ആകെ 300 മത്സരങ്ങളാണുള്ളത്. ഞായറാഴ്ച രാവിലെ 10-ന് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KA ശ്രീവിലാസൻ അധ്യക്ഷത വഹിക്കും. IMA കൾച്ചറൽ വിംഗ് ചെയർമാൻ ഡോക്ടർ PN രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തും. IMAയുടെ 117 ബ്രാഞ്ചുകളിൽ നിന്നായി 3000-ഓളം ഡോക്ടർമാർ 2 ദിവസത്തെ കലോത്സവത്തിൽ പങ്കെടുക്കും. കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് ഡോക്ടർ ജോർജ് മാത്യു മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി സമ്മാനിക്കും. IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KA ശ്രീവിലാസൻ, IMA തൃശൂർ ബ്രാഞ്ച് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ ഡോക്ടർ ജോസഫ് ജോർജ്, സംഘാടക സമിതി സെക്രട്ടറി ഡോക്ടർ ബിജോൺ ജോൺസൺ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374.
35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ ബിരുദ കോഴ്സുകളിൽ ഒഴിവുകൾ. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിലെ 2025-26 അധ്യയന വർഷത്തെ 1ാം വർഷ ബിരുദ കോഴ്സുകളായ BSc ഫിസിക്സ്, BSc ബോട്ടണി, BSc കെമിസ്ട്രി, BA സംസ്കൃതം, BA മലയാളം, BBA, BCom, BA ഇംഗ്ലീഷ്, ഹിസ്റ്ററി, BA അറബിക് എന്നിവയിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 21 വൈകിട്ട് 4 മണിക്ക് മുൻപായി അതത് വകുപ്പ് മേധാവികൾക്ക് മുൻപാകെ ഹാജരാകണം. PSc ഫിസിക്സ് കോഴ്സിൽ ST വിഭാഗത്തിന് 2 സീറ്റുകൾ, EWS വിഭാഗത്തിന് 2 സീറ്റുകളുമുണ്ട്. BSc ബോട്ടണിയിൽ SD 1 സീറ്റ് ഒഴിവുണ്ട്. BSc കെമിസ്ട്രിയിൽ ST 2 സീറ്റുകൾ ഒഴിവുണ്ട്. BA സംസ്കൃതം കോഴ്സിൽ SC വിഭാഗത്തിൽ 1 സീറ്റും EWS വിഭാഗത്തിൽ 2 സീറ്റുകളും ST വിഭാഗത്തിന് 2 സീറ്റുകളുമുണ്ട്. ST വിഭാഗത്തിന് BA മലയാളം കോഴ്സിൽ 3 സീറ്റുകളും BBA കോഴ്സിൽ 2 സീറ്റുകളുമുണ്ട്. BCom കോഴ്സിൽ SC വിഭാഗത്തിന് 1 സീറ്റും പട്ടികവർഗത്തിന് 2 സീറ്റുകളുമുണ്ട്. BA ഇംഗ്ലീഷ്, ഹിസ്റ്ററി കോഴ്സിൽ ST വിഭാഗത്തിന് 3 സീറ്റുകളും BA അറബിക് കോഴ്സിൽ പട്ടികജാതി വിഭാഗത്തിന് 7 സീറ്റുകളും പട്ടികവർഗ വിഭാഗത്തിന് 2 സീറ്റുകളുമുണ്ട്. ഫോൺ 0466221223. വോട്ട് കൊള്ളക്കാരിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യമുയർത്തി SDPI ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 25 വരെ സംസ്ഥാന ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി PK ഉസ്മാൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വോട്ടർ പട്ടിക ക്രമക്കേട് സംസ്ഥാന സർക്കാർ അന്വേഷിക്കുക, കള്ളവോട്ട് നേടി വിജയിച്ച സുരേഷ് ഗോപി MPയെ പുറത്താക്കുക, വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് 26 കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് PK ഉസ്മാൻ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ നാസറും പങ്കെടുത്തു. ആഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 25 വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ പ്രചരണ പരിപാടികളാണ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന രീതിയിൽ പരക്കെ അംഗീകരിക്കപ്പെട്ട രാജ്യമാണ് നമ്മുടേത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആ ജനാധിപത്യ സംവിധാനങ്ങളെ, അതിന്റെ വിശ്വാസ്യതയെ അട്ടിമറിച്ചുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് അതിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിലേറിയെന്ന വിമർശനങ്ങൾ 2ാം തവണ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ തൊട്ട് ഉയർന്നു വരുന്നതാണ്. വോട്ടിംഗ് മിഷൻ അട്ടിമറിയിലൂടെയും മരിച്ചുപോയ ആളുകളുടെ വോട്ട് ചേർക്കൽ ഉൾപ്പെടെയുള്ള നാളിതുവരെ നമ്മൾ പവിത്രമായി അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഒരു സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നു എന്നതിന്റെ കൃത്യവും വ്യക്തവുമായ തെളിവുകൾ നിരന്തരം പുറത്തു പോകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. BJPയുടെ നേതാവ്
കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിൽ നിന്ന് പോലും ഞങ്ങൾ ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ വോട്ട് ചേർക്കുമെന്നാണ്. ഒരു പൊതു തിരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് നടക്കെ തങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ പുറത്തു നിന്ന് ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചേർത്ത് ഞങ്ങൾ വിജയിക്കും എന്ന് പറയുമ്പോൾ പരസ്യമായി ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അഖില കേരള മാരാർ ക്ഷേമസഭ 39ാം വാർഷിക സമ്മേളനം ഓഗസ്റ്റ് 23, 24 തീയതികളിൽ തൃശൂർ നീരാഞ്ജലി ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ സംസ്ഥാന പുരസ്കാരം വാദിത്രരത്നം പറക്കാട് തങ്കപ്പൻ മാരാർക്കും, സോപാനരത്നം പുരസ്കാരം വി രാജൻ മാരാർക്കും, കർമ്മശ്രേഷ്ഠ പുരസ്കാരം NE ഭാസ്കരൻ മാരാർക്കും നൽകും. 10,000 രൂപയും ഫലകവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഓഗസ്റ്റ് 23 സമർപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ പെരുവനം കുട്ടന്മാരാർ, കിഴക്കൂട്ട് അനിയന്മാരാർ, R വേലായുധന്മാരാർ, KM മോഹനന്മാരാർ, ചെറുശ്ശേരി കുട്ടന്മാരാർ തുടങ്ങിയവർ പങ്കെടുത്തു. സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷ ക്ഷണിച്ചു. 2025-26 വർഷത്തെ സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ ജോലി ചെയ്യുന്നവരുടെ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്നവരുമായ മക്കൾക്കുള്ള സ്കോളർഷിപ്പിനെ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 31. അപേക്ഷയോടൊപ്പം അപേക്ഷകരായ വിദ്യാർത്ഥികളുടെ മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ ജോലി ചെയ്യുന്നുവെന്ന് തെളിയിക്കുന്നതിനായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിയുടെ അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ ഓഫീസറുടെ സാക്ഷ്യപത്രം അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് 10% തുക അധികമായി ലഭിക്കും. ഭിന്നശേഷി സർട്ടിഫിക്കറ്റ്, ഹോസ്റ്റലർ ആണെങ്കിൽ അത് തെളിയിക്കുന്ന സാക്ഷ്യപത്രം എന്നീ രേഖകൾ സ്ഥാപന മേധാവി മുൻപാകെ ഹാജരാക്കണം. സ്ഥാപനത്തിൽ നിന്നും ഗ്രാന്റ്സ് ലോഗിനിലെ പ്രത്യേക ഓപ്ഷൻ മുഖേന അപേക്ഷ ഓൺലൈനായി SCDO ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യണം. അപേക്ഷ ഓൺലൈനായി അയച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സ്ഥാപന മുഖേന ബന്ധപ്പെട്ട SCDO ഓഫീസിൽ നൽകണം. ഹരിതകർമ്മ സേന പ്രവർത്തകരുടെ ആശ്രിതർക്ക് പദ്ധതി പ്രകാരമുള്ള സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. 2024-25 വർഷം ഇതേ പദ്ധതിക്കായി അപേക്ഷ നൽകിയിട്ടുള്ളവർ വീണ്ടും അപേക്ഷ നൽകേണ്ടതില്ല. അപേക്ഷകരുടെ ജാതി, മതം, വരുമാനം എന്നിവ പദ്ധതി പ്രകാരം ബാധകമല്ല. അപേക്ഷകരായ വിദ്യാർത്ഥികൾക്ക് ആധാർ ബന്ധിത ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ 0487-2360-381. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽസ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്,
സെക്കൻഡ് പ്രൈസ് TV ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനം. വീണ്ടും വാർത്തയിലേക്ക്. 3 ലക്ഷം രൂപ വില വരുന്ന കോൾഡ് സ്റ്റോറേജ് മോഷണം. പ്രതികളെ കോയമ്പത്തൂരിൽ നിന്നും പിടികൂടി ഒല്ലൂർ പോലീസ്. കൈനൂർ ചേമ്പൂർ അമ്പലത്തിന് സമീപത്തുള്ള സ്ഥാപനത്തിൽ നിന്ന് 3 ലക്ഷം വിലമതിക്കുന്ന 2 കോൾഡ് സ്റ്റോറേജുകൾ മോഷണം നടത്തിയ കേസിലെ പ്രതികളായ മലപ്പുറം പുത്തനത്താണി സ്വദേശി കിഴക്കേ വളപ്പിൽ വീട്ടിൽ മണികണ്ഠൻ, ആസാം കച്ചുഗോൺ സ്വദേശി ടാഗോ ബഹദൂർ വിശ്വകർമ്മ എന്നിവരെയാണ് ഒല്ലൂർ പോലീസ് അതിവിദഗ്ധമായി കോയമ്പത്തൂരിൽ നിന്ന് പിടികൂടിയത്. 2025 ജൂലൈ 23-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കൈനൂർ ചേമ്പൂർ അമ്പലത്തിന് സമീപത്തുള്ള സ്ഥാപനത്തിൽ നിന്നും 10 ടൺ വീതമുള്ള 3 ലക്ഷം രൂപ വിലമതിക്കുന്ന 2 കോൾഡ് സ്റ്റോറേജുകളുടെ ഔട്ട്ഡോർ യൂണിറ്റുകൾ മോഷണം പോവുകയായിരുന്നു. ഇക്കാര്യത്തിന് ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയും അന്വേഷണത്തിൽ പ്രതികൾ കോയമ്പത്തൂരിലുണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അന്വേഷണ സംഘം കോയമ്പത്തൂരിൽ എത്തുകയും തുടർന്ന് നടത്തിയ അതിവിദഗ്ധ അന്വേഷണത്തിൽ കോയമ്പത്തൂരിലെ പോത്തന്നൂരിൽ നിന്ന് പ്രതികളെ അതിവിദഗ്ധമായി പിടികൂടുകയുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PM വിമോദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ഷാജി KM, ജോർജ് മാത്യു, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സാദത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ നീരജ് മോൻ, അനീഷ്, വിനീത് തുടങ്ങിയവർ ഉണ്ടായിരുന്നത്. ബാങ്ക് ചെക്കുകൾ ഈടായി വാങ്ങി അമിത പലിശയ്ക്ക് പണം കടം നൽകിയ കേസിലെ പ്രതി റിമാൻഡിൽ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ ജില്ലയിൽ നടത്തിയ പ്രത്യേക പരിശോധനയിൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കയ്പമംഗലം ഫിഷർമാൻ സ്കൂൾ ദേശത്ത് കാരയിൽ വീട്ടിൽ താമസിക്കുന്ന സുമൻ എന്നയാളുടെ വീട്ടിൽ പരിശോധന നടത്തി. തുടർന്ന് ഇയാൾക്കെതിരെ കേസെടുത്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബൈജു R, സബ് ഇൻസ്പെക്ടർ അഭിലാഷ് T, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രിയ, പ്രിജിത്ത് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. $32,51,999 രൂപയുടെ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ്. പ്രതിയെ കൊല്ലത്ത് നിന്ന് പിടികൂടി. പ്രതി റിമാൻഡിലേക്ക്. എടവിലങ്ങ സ്വദേശിയിൽ നിന്നും തട്ടിയെടുത്ത പണത്തിൽ നിന്ന് 5 ലക്ഷം രൂപ കൊല്ലം അഞ്ചാലമ്മൂട് പ്രാക്കുളം സ്വദേശി രോഹിണി നിവാസ് വീട്ടിൽ ശ്രീകുമാർ എന്നയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു വാങ്ങുകയും തുടർന്ന് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ സൗകര്യമുള്ള ATM കാർഡുള്ള കോഴിക്കോട് ജില്ലയിലെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയക്കുകയും തുടർന്ന് ദുബായിലുള്ള ATM കൗണ്ടറുകളിൽ നിന്ന് പിൻവലിച്ചിട്ടുള്ളതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ശ്രീകുമാറിനെ ഈ കേസിൽ പ്രതി ചേർത്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കൊല്ലത്ത് നിന്നുമാണ് ശ്രീകുമാറിനെ പിടികൂടിയത്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. ശ്രീകുമാർ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയ സംഭവത്തിന് എറണാകുളം ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത് കേസിലെ പ്രതിയാണ്. കൂടാതെ ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് വഴി സൈബർ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഉൾപ്പെടെ പണമിടപാടുകൾ നടത്തിയതിന് ഇന്ത്യയിലുടനീളം 34 പരാതികൾ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ PK, സബ് ഇൻസ്പെക്ടർമാരായ സജിൽ KG, തോമസ് PF, സാബു TG, CPOമാരായ ധനേഷ്, വിഷ്ണു തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ്. 12,25,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ കോഴിക്കോട് പന്നിയങ്കരയിൽ നിന്നും പിടികൂടി. SN പുരം സ്വദേശിയെ 2025 ഏപ്രിൽ 7 വീഡിയോ കോളിൽ വന്ന് ഭീഷണിപ്പെടുത്തി 12,25,000 രൂപ തട്ടിയെടുത്ത കേസിൽ തട്ടിപ്പ് പണത്തിൽ നിന്ന് 1 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് അയച്ചു വാങ്ങി ATM മുഖേന പിൻവലിച്ച് പ്രധാന പ്രതിക്ക് നൽകി തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടതിനാലാണ് പാലക്കാട് മണ്ണാർക്കാട് ചക്കരക്കുളമ്പ് സ്വദേശി തോട്ടാശ്ശേരി വീട്ടിൽ മുഹമ്മദ് ഫാസിൽ എന്നയാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കോഴിക്കോട് പന്നിയങ്കരയിൽ നിന്നുമാണ് പിടികൂടിയത്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഡൽഹി ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആണെന്നും പരാതിക്കാരന്റെ ആധാർ കാർഡ് ഉപയോഗിച്ച്
ഒരാൾ 1 കോടിയിലധികം രൂപ ലോൺ എടുത്തും എന്നും പരാതിക്കാരനെ ഡൽഹി പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് യൂണിഫോമിൽ വീഡിയോ കോളിൽ വന്ന പ്രധാന പ്രതി ഭീഷണിപ്പെടുത്തുകയും ഇത് നാഷണൽ സീക്രട്ട് ആണ് എന്നും ആരോടും പറയരുത് എന്നും മറ്റും പറഞ്ഞ് വിശ്വസിപ്പിച്ച് വാട്സപ്പിലൂടെ സുപ്രീം കോടതിയുടെ വ്യാജ ലെറ്റർ പാഡിൽ ലെറ്റർ അയച്ച് പരാതിക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം വെരിഫൈ ചെയ്യുന്നതിനായി നോട്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ അക്കൗണ്ടിലേക്കാണെന്ന് പറഞ്ഞ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഓൺലൈനായി 3 തവണകളായി ആകെ 12,25,000 രൂപ അടുത്ത ദിവസം അക്കൗണ്ടിൽ തിരിച്ചുവരുമെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിയെടുത്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജി MK, SI അശ്വിൻ റോയ്, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SI ഹരിശങ്കർ പ്രസാദ്, മാള പോലീസ് സ്റ്റേഷൻ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് അംഗം GSCPO സോണി, മതിലകം GSCPOമാരായ ജമാൽ, ഷലിൻ, CPO റിസ്വാൻ തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരി KCB ഓഫീസിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ധർണ DCC ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. നെല്ലങ്കര എസ്തപ്പാനോ സഹദാപള്ളി നവതി വിളംബര റാലി നടത്തി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകം 20ാം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 23, 24 തീയതികളിൽ ഹോട്ടൽ എലൈറ്റ് ഇന്റർനാഷണലിൽ നടത്തും. കൈനൂർ ചേമ്പൂർ അമ്പലത്തിന് സമീപമുള്ള സ്ഥാപനത്തിൽ നിന്ന് 3 ലക്ഷം രൂപ വില വരുന്ന കോൾഡ് സ്റ്റോറേജുകൾ മോഷണം നടത്തിയ പ്രതികളെ ഒല്ലൂർ പോലീസ് പിടികൂടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.